ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമല്ലേ? എനിക്കിവിടെ സുഖമാണ്. അപ്പോൾ ഇന്ന് നമ്മൾ യാത്രയിലാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ലൈക്ക് ചെയ്യാനും മറന്നു പോയത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ ലൈക്ക് ചെയ്യാതെ വീഡിയോ കാണുന്നവർ കുറേ പേരുണ്ട്. എന്നാലും പ്ലീസ് നിങ്ങളുടെ ഹെൽപ്പ് ഉണ്ടെങ്കിലേ ഞങ്ങൾക്ക് കൂടുതൽ കൂടുതൽ വീഡിയോ ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ എൻ്റെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും ലൈക്ക് ചെയ്യണം. പിന്നെ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറന്നു പോയത് വീണ്ടും ഞാൻ നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ ഇന്നത്തെ യാത്ര ഒരു ലോങ് യാത്രയാണ്. ഒരു വെളുപ്പിന് 5 മണിക്ക് തുടങ്ങിയ യാത്രയാണ്. അപ്പോൾ കാറിൽ തന്നെ തുടങ്ങാം എന്ന് കരുതി രാവിലെ ഇറങ്ങണ വീഡിയോ ഒക്കെ എടുക്കാമെന്ന് തന്നെ ഒന്നും നടക്കില്ല. അപ്പോൾ നമുക്ക് കാറിലേക്കുള്ള യാത്ര തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് എങ്ങോട്ടാണെന്ന് വെച്ചാൽ ഞങ്ങൾ മൂന്നാർ പോവാണ്. ഞങ്ങൾ ഫാമിലി എല്ലാവരും കൊണ്ട് മെമ്പേഴ്സ് എല്ലാവരും കൊണ്ട് മൂന്നാർ പോവാണ്. മൂന്നാർ വൺ ഡേ ട്രിപ്പാണ് കേട്ടോ. 2 ദിവസത്തേക്കല്ല, ഒറ്റ ദിവസത്തെ തന്നെയാണ്. ഇച്ചിരി ടയേർഡൊക്കെ ആയിട്ടുണ്ടായിരുന്നു യാത്ര. അപ്പോൾ ഇത് ഫുള്ളില്ല ഈ യാത്രയിൽ. നമുക്ക് കുറച്ച് ഭാഗം മാത്രമേ ഇടുന്നുള്ളൂ. ഫുള്ളായിട്ട് കാണിച്ച് നിങ്ങളെ വെറുപ്പിക്കണമെന്നില്ല, കുറച്ചേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ടേക്കുക. നിങ്ങളുടെ സ്കിപ്പ് ചെയ്യാതെ കണ്ടാലേ എനിക്ക് കുറച്ച് ഹെൽപ്പ് ആവുള്ളൂ. അപ്പോൾ അത് എന്നിട്ട് നമ്മളിപ്പോൾ ഏകദേശം നേരമൊക്കെ വെള്ളത്തിട്ടുണ്ട്. ഇപ്പോൾ മൂന്നാറായിട്ടില്ല, അടിമാലി ഒക്കെ അവിടെ എത്തിയിട്ടുണ്ട്. അവിടെ എത്തിയിട്ടില്ല എന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ സമയം ഇപ്പം എവിടെ എത്തിയെന്ന് മറന്നുപോയി. അപ്പോൾ അത് അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ റെസ്റ്റ് എടുക്കാൻ വേണ്ടി നിന്നു. പുറത്തേക്ക് ഇറങ്ങി. നമുക്ക് കുറേ നേരമല്ലേ യാത്ര ചെയ്യാൻ, വെളുപ്പിന് തുടങ്ങിയല്ലേ. അപ്പം നമുക്കൊന്ന് നിന്ന് ഇറങ്ങിയിട്ടൊക്കെ പോകാം എന്ന് കരുതി. അപ്പം ഐശു എന്താ പറയുന്നത് വെച്ചാൽ അവിടെ ചോറ് കിടപ്പുണ്ട്. ആരൊക്കെയോ ഇതുപോലെ ടൂറിസ്റ്റുകാരൊക്കെ വന്ന് ഒരു ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ബാക്കിയുള്ള ചോറൊക്കെ ഇഷ്ടം പോലെ അവിടെ കിടപ്പുണ്ട്. അതപ്പോൾ കുരങ്ങന്മാരൊക്കെ വന്ന് അമ്മമ്മ തിന്നുന്നുണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയ കുറച്ച് ഉദ്ദേശം എന്ന് വെച്ചാൽ നമുക്ക് എന്തായാലും കുറച്ച് റെസ്റ്റ് എടുക്കാം. ഇവിടെ നല്ല ഇതാകുമ്പോൾ വിശാലമായ സ്ഥലമുണ്ട്. അതായത് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കരുതിയിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റിന് ലഞ്ചും കടക്കാർക്ക് കാശ് കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. സോറി, അങ്ങനെയല്ല കേട്ടോ. അതായത് ഇന്ന് യാത്ര പോയപ്പോൾ രസം നമുക്ക് ഭക്ഷണം കൂടെ കൊണ്ടുപോയിട്ട് കഴിക്കുകയാണെങ്കിൽ അതൊരു പ്രത്യേക ഒരു ഫീലിംഗ്. ഇങ്ങനെ ഒരു വഴിയോരത്തൊക്കെ കഴിക്കാനൊരു ഞങ്ങൾക്ക് ഇഷ്ടമാണ്. ഞങ്ങൾ പലപ്പോഴും യാത്ര പോകുമ്പോൾ ഇങ്ങനെ ഭക്ഷണം കൊണ്ടുപോകാറുണ്ട്. അപ്പോൾ അത് അങ്ങനെ കഴിക്കാമെന്ന് കരുതി എടുക്കുകയാണ്. ഇതേ ഈ 3 കോന്തികളിൽ നിന്ന് സെൽഫി എടുക്കുന്നു. അതിൻ്റെ ഇടയ്ക്ക് സൂര്യൻ സമ്മതിക്കുന്നില്ല. അതൊക്കെ കഴിഞ്ഞു. ആദ്യക്കുട്ടനെ പയ്യെ ഉറക്കത്തിൽ നിന്ന് അങ്ങനെ തന്നെ പൊക്കിക്കൊണ്ട് പോകുന്നതാണ്. അപ്പോൾ ആദ്യക്കുട്ടൻ്റെ വേഷം അതാണ് അങ്ങനെ ഇരിക്കുന്നത്. അതിന് നമുക്ക് എന്തായാലും കുറച്ചുകൂടിയൊക്കെ കഴിഞ്ഞിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് അതിന് ഡ്രസ്സൊക്കെ മാറാം എന്ന് കരുതി അങ്ങനെ അവിടെ നിന്നൊക്കെ പോകുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ വണ്ടി വീണ്ടും നിർത്തി. ഇവിടെ കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലം. അത് മാത്രമല്ല ഇവിടെ സിബ് ലൈനും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ അതൊക്കെ ഒന്ന് ചാടി പിടിച്ച് നമുക്ക് ഇറങ്ങി നോക്കിയാലോ എന്നും പറഞ്ഞ് നിർത്തിയതാണ്. പക്ഷെ ഒന്നിലും കയറിയൊന്നുമില്ല കേട്ടോ. കുറേ നേരം അവിടെ നോക്കി നിന്നിട്ട് അങ്ങനെ ഇങ്ങിപ്പോന്നു. പക്ഷെ നല്ല പച്ചപ്പ്, കാണാൻ നല്ല ഭംഗി. അപ്പം അവിടെയും വീണ്ടും സെൽഫി ആയിട്ട് വന്നു. അങ്ങനെ എല്ലാവരും കൂടി ഒന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് കുറേ നേരം അവിടേക്ക് നിന്നിട്ട് പിന്നെയും പോന്നു. ഇങ്ങനെ നിർത്തി പോരാനൊരു കാര്യം കൂടി ഉണ്ട്. ഞങ്ങളുടെ മക്കൾ ഛർദ്ദിക്കും, അതുകൊണ്ടാണ്. അത് ഐശുമോള് പ്രത്യേകിച്ച് അവൾക്ക് വണ്ടി യാത്രയും പെട്ടെന്ന് പറ്റൂല. അവൾക്ക് കാറിൽ കയറുമ്പോൾ വൊമിറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി വരും. പക്ഷെ അവൾ ഒരു വട്ടം ഛർദ്ദിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ, ഒരു വളർന്ന് ഛർദ്ദിച്ചില്ല. പിന്നെ ആൽഫി മോളും ഒരു വട്ടം അങ്ങനെ അങ്ങോട്ട് പോക്കിൽ ഇതൊക്കെ. അപ്പോൾ ആരൊക്കെ കൂടെ ഉള്ളതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ആരൊക്കെയാണെന്ന് വെച്ചാൽ ഇപ്പം നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും ആരൊക്കെ ഉള്ളതെന്ന് വെച്ചാൽ. ഇനി അറിയാൻ പാടില്ലാത്തതൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഞാനെന്ന് പറഞ്ഞാൽ മുബീന. എൻ്റെ പേര് മുബീന. അറിയാൻ പാടില്ലാത്തവരോട് പറഞ്ഞാൽ കേട്ടോ. എൻ്റെ പേര് മുബീന. എൻ്റെ ഹസ്ബൻഡ് ഉണ്ട്, 3 മക്കളുണ്ട്. പിന്നെ ഉള്ളത് എൻ്റെ ഉമ്മായും എൻ്റെ വാപ്പായും എൻ്റെ അനിയനും എൻ്റെ അനിയത്തിയും. അങ്ങനെ ഞങ്ങൾ യാത്ര തുടർന്നും ഏകദേശം മൂന്നാർക്ക് എത്താറായി. തേയിലത്തോട്ടത്തിൻ്റെ കാൽവെപ്പായി എന്ന് പറയാം. കാരണം കാണാൻ ഭംഗിയും ഷൂട്ട് ചെയ്യാനും ഏറ്റവും ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം തന്നെയാണല്ലോ മൂന്നാർ. ഒരുപാട് വട്ടം വന്നിട്ടുണ്ട്. എന്നാലും ആ പച്ചപ്പ് കാണുമ്പോൾ ഒരു പ്രത്യേക ഒരു ഭംഗി തന്നെയാണ്. ഇതുപോലെ വെട്ടി നിർത്താൻ എന്താ രസമല്ലേ, കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ. തേയിലത്തോട്ടത്തിൻ്റെ ദൂരെ നിൽക്കുന്നൊക്കെ ഭംഗി. പക്ഷെ അടുത്ത് ചെല്ലുമ്പോൾ കാണാനില്ല കേട്ടോ. അടുത്ത് ചെല്ലുമ്പോൾ അത്ര ഭംഗിയൊന്നും തോന്നാറില്ല. പക്ഷെ എല്ലാവർക്കും തേയിലത്തോട്ടത്തിൽ ഇറങ്ങാനും അവിടെ നിന്ന് ഫോട്ടോസ് എടുക്കാനും വലിയ ഇഷ്ടമാണ്. റീൽസ് എടുക്കാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഒട്ടുമിക്ക തേയിലത്തോട്ടങ്ങളും അകത്തേക്ക് കയറ്റിയുമില്ല. അവിടെ അടച്ചില്ല. അവിടെ കമ്പി വേലി വെച്ച് കെട്ടി വെച്ചേക്കായിരിക്കും. ടൂറിസ്റ്റുകാർ വന്ന് കയറി ഇങ്ങനെ നശിപ്പിക്കുന്നത് കൊണ്ട് തന്നെയാവാം അവരങ്ങനെ അടച്ചു വെച്ചിരിക്കുന്നത്. അപ്പം ഞങ്ങളുടെ യാത്ര വീണ്ടും തുടരുകയാണ്.
പച്ചപ്പും മലകളും നിരകളും ഒക്കെ താണ്ടി ദാ വീണ്ടും വീണ്ടും പോയിക്കൊണ്ടിരിക്കുകയാണ്. കാണാൻ എന്ത് ഭംഗി, എന്ത് മനോഹരം. ഞങ്ങളുടെ ഇതാണെന്ന് വെച്ചാൽ ആലപ്പുഴ അതുകൊണ്ട് തന്നെ അവിടെ പച്ചപ്പ് ഇതുപോലെ മലനിരകളോ പുഴകളോ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതുപോലെയുള്ള ഏരിയയിലേക്ക് വന്നു കഴിഞ്ഞാൽ കാണാൻ ഒരുപാട് ഇഷ്ടമാണ്, ഒരുപാട് സന്തോഷവും ഒരുപാട് ഹാപ്പിനെസ്സും തോന്നിക്കുന്ന ഒരു ഏരിയയൊക്കെ തന്നെയാണ് ഇത്. പക്ഷേ നമുക്ക് ലോങ്, അതാണ് യാത്ര, അതാണ് ബുദ്ധിമുട്ട്. എന്നാലും സാരമില്ല, യാത്ര ഇഷ്ടമുള്ളവർക്ക് ഏത് ലോകവും നിഷ്പ്രയാസം പോയി വരാം എന്ന് പറയുന്ന പോലെ ഞങ്ങൾ വീണ്ടും യാത്ര തുടരുകയാണ്. ഈ മരങ്ങൾക്കിടയിലൂടെയൊക്കെ മരങ്ങൾ കാണുമ്പോൾ എന്തിനാ ഇടിക്കുന്നതെന്ന് വെച്ചാൽ മരങ്ങൾ കാണാനും അതിൻ്റെ ഇടയിൽ കൂടി നടക്കാനൊക്കെ ഒരു പ്രത്യേക ഒരു ഭംഗി ഉണ്ടല്ലോ, അതുകൊണ്ടാണ്. അപ്പോൾ എന്താ അത് മോൻ ഉറങ്ങണ്. ഇല്ല, അൽഫിയും ഒക്കെ ഉറക്കി. എല്ലാവരും അത്യാവശ്യം ഉറക്കം തന്നെ, വെളുപ്പിന് എണീറ്റതല്ലേ. അങ്ങനെ മൂന്നാറത്തെ ആദ്യം ഞങ്ങൾ പോകുന്നത് ഗാർഡനിലേക്കാണ്. അപ്പോൾ ഇതാ ഗാർഡനിലേക്ക് എത്തിയിട്ടുണ്ട്. അതേ ഫ്രണ്ടിൽ തന്നെ അങ്ങനെ വരവേൽക്കാൻ നല്ല അടിപൊളി പൂക്കളൊക്കെ ഉണ്ടായിരുന്നു. ഇതേ അകത്തേക്ക് പ്രവേശിച്ചു. ഇതാ കണ്ട നീലയും വെള്ളയും, നീലയല്ലേ ഇത്, അതും നല്ല ഭംഗി, റോസാപ്പൂ പോലിരിക്കുന്ന ഈ പൂക്കളും അതിശയിപ്പിക്കുന്ന. ഇതിൻ്റെയൊക്കെ പേര് എനിക്കറിയില്ല. ഫ്ലവേഴ്സിനെ ഒരുപാട് ഇഷ്ടിക്കുന്ന ഫ്ലവറാണ്, പക്ഷേ എല്ലാത്തിൻ്റെയും പേര് വെച്ചാൽ എനിക്കറിയത്തില്ല. അപ്പോൾ ആസ്വദിക്കാം എന്നല്ലാതെ അതിൻ്റെ പേര് പറഞ്ഞു തരാനോ അത് വിശദീകരിച്ച് തരാനോ ഒന്നും എനിക്കറിയില്ല. അതുകൊണ്ട് എൻ്റെയോടൊപ്പം നിങ്ങളും കാണുക. നമ്മുടെ എന്തായാലും ഞങ്ങളുടെ നാട്ടിലൊന്നും ഇങ്ങനത്തെ പൂക്കളില്ല, പക്ഷേ ഇത് ഇവിടെ വരുമ്പോൾ മാത്രം കാണാൻ പറ്റിയ പൂക്കളാണ് കേട്ടോ ഞാനിപ്പോൾ ഈ കാണിച്ച പൂക്കൾ. ഇതെന്തായാലും നമ്മുടെ അടുത്തൊക്കെ ഇപ്പോൾ ഉണ്ട്, നമ്മുടെ പല ഷോപ്പുകളിലും കാര്യങ്ങളിലൊക്കെ ഉണ്ട്, ബാക്കി ഈ പൂക്കളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതുപോലെ ഈ പൂക്കളെ കാണാനും അത് ഫോട്ടോസ് എടുക്കാനും അതിനെ പറ്റി റീലെടുക്കാനും ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആൾ തന്നെയാണ്. പൂക്കളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു ഹരം തന്നെയാണ്. കാരണം നേരത്തെ ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം ഞാൻ വീട്ടിട്ടുണ്ടായിരുന്നില്ലേ, എറണാകുളം ഫ്ലവർ ഷോയിൽ, അതും. പക്ഷേ ഇത് പ്രകൃതിയോട് ഇണങ്ങി തന്നെ അവർ വളർത്തിയിരുന്ന ഗാർഡൻ ആണല്ലോ, അതുകൊണ്ട് തന്നെ അതിലത്തെ പച്ചപ്പെന്ന് വെച്ചാൽ അപാര പച്ചപ്പാണ്. ഫ്ലവേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ട് കൊതിയാവും ഫ്ലവേഴ്സിനെയൊക്കെ. നമ്മുടെ ഇവിടുത്തെ പോലത്തെ ചെറിയ ചെറിയ റോസാപ്പൂക്കളൊന്നുമില്ലല്ലോ, വലിയ വലിയ റോസാപ്പൂക്കളും നല്ല ചെടികളും നല്ല പച്ചപ്പും, അത്ര അതിമനോഹരമായ കാഴ്ചകൾ തന്നെയാണ്. അപ്പോൾ ഇവിടെ നിന്ന് കണ്ട് ഞങ്ങൾ ഇങ്ങനെ ഇറങ്ങുവാണ്. ഇവിടെ വന്നപ്പോൾ ഇവിടെ നൗഫു വന്നില്ല കേട്ടോ. എന്ന് വെച്ചാൽ നൗഫുവിന് തലവേദനയൊക്കെ ആയിട്ട് അങ്ങനെ നൗഫു പറഞ്ഞു ഞാൻ കുറച്ച് നേരം കിടക്കട്ടെ. നൗഫിന് ഉറക്ക ക്ഷീണം ഉണ്ടായിരുന്നു, അപ്പോൾ ഞാൻ കുറച്ച് നേരം കിടക്കട്ടെ, നിങ്ങൾ. അങ്ങനെ നൗഫു വരാതെ ഞങ്ങളെല്ലാവരും ഗാർഡനിൽ കയറി. ഇവിടെയുള്ള റോസാ ചെടികളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലുള്ള റോസ് എടുത്ത് തോട്ടിക്കളയാൻ തോന്നിപ്പോവും എന്ന് പറയുന്ന പോലെ കേട്ടാ. അതേ കണ്ടാൽ നമുക്കൊക്കെ എന്തൊരു റോസാപ്പൂ. നമ്മളൊക്കെ വീട്ടിൽ നട്ട് കഴിഞ്ഞാൽ എത്ര വണ്ടി കയറും, അതിൻ്റെ തുറുമ്പ് കയറും, മുട്ട ഇട്ട് വരുമ്പോഴത്തേക്കും എന്തെങ്കിലുമൊക്കെ വന്ന് കടിച്ചിരുന്നു. ഉദയത്തിന് കണ്ട കൊല്ലപ്പടി. അങ്ങനെ ഇവിടെ ഒരുപാട് ചെടികളുണ്ട്. പിന്നെ ഇത് എൻ്റെ കയ്യിലുണ്ടായിരുന്നു കേട്ടോ ഈ ചെടി, പക്ഷേ അത് ചീത്തായിപ്പോയി, പൂ വിരിഞ്ഞില്ല. ഞാൻ വലിയ കാര്യത്തിൽ 100-200 രൂപക്കൊക്കെ വാങ്ങിച്ചു വെച്ചതാണ്, പക്ഷേ എനിക്ക് പൂവൊന്നും കിട്ടിയില്ല. പിന്നെ ഇത് ജമന്തി എന്നും ബന്ദി എന്നും ജമന്തി എന്നും പറയാറുണ്ട്. എനിക്ക് അത് കറക്റ്റ് ഏതാണെന്ന് എനിക്ക് തന്നെ അറിയാൻ പാടില്ല. അപ്പോൾ ഇതുപോലെയൊക്കെ ഇതൊക്കെ മിക്കവാറും നമ്മുടെ ഇവിടെയൊക്കെ നമ്മുടെ വീട്ടിലൊക്കെ പിടിക്കാറുണ്ട് കേട്ടോ. ഒന്ന് സൂക്ഷിച്ച് നട്ട് വളർത്തിയാൽ പിടിക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ഈ ചെടികളും നമ്മുടെ ഇവിടെയൊക്കെ പിടിക്കും. ഇതൊക്കെ നമുക്ക് വെട്ടി ഇതുപോലെയൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്താൽ നല്ല ഭംഗിയായിട്ട് നമ്മുടെ വീട്ടിലും നിൽക്കും. പക്ഷെ അതുപോലെ സെറ്റ് ചെയ്യാനും അതുപോലെ നോക്കാനും കൂടി വേണം. നമുക്ക് ഇവിടെ ഈ പച്ചപ്പിൽ ഇങ്ങനെ ഫോട്ടോസൊക്കെ എടുക്കാൻ എന്ത് രസമാണല്ലേ, നല്ല ഭംഗിയിൽ, നല്ല കാണാൻ അത്രക്ക് ഭംഗിയുണ്ട്, പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇനി അടുത്തത് ഈ പൂക്കൾ കണ്ടിട്ട് ഇവിടെ വന്ന് ഫോട്ടോസ് എടുക്കാനേ എല്ലാവർക്കും നേരമുള്ളൂ. ഇപ്പം നിങ്ങൾക്ക് കുറച്ച് ഞാൻ എല്ലാവരെയും ഫ്രെയിമിൽ വരാത്ത രീതിയിലാണ് ഞാൻ നിങ്ങളെ വീഡിയോ എടുത്തെടുത്ത്. പക്ഷേ എന്നിരുന്നാലും എല്ലാവരും ഇടയിൽ പെടുന്നുണ്ട്. കാരണം ഈ പൂക്കളെന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ഒരു ഭംഗിയാണ്. ഇതിങ്ങനെ താഴത്തേക്ക് തൂങ്ങി കിടക്കണ കാണുമ്പോൾ ഒരു ഭംഗിയാണ്. അതിൻ്റെ അടിയിൽ പോയിട്ട് ഇങ്ങനെ വീഡിയോസ് എടുക്കുന്നുണ്ട്, അതുപോലെ ഷോട്ട് എടുക്കുന്നുണ്ട്, ഫോട്ടോസ് എടുക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് വീഡിയോസും ഫോട്ടോസും ഒക്കെ അവിടെ ഇടയിൽ നിന്ന് എല്ലാവരും എടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ വന്നിട്ട് ആരും ഫോട്ടോസ് എടുക്കാതെ പോകുന്ന ആരും തന്നെ ഇല്ലേം താനും.
അങ്ങനെ അവിടെ തന്നെ ഒരു ഐസ്ക്രീം ഷോപ്പുണ്ട്. അപ്പോൾ അത് അവിടെ കയറി എല്ലാവരും ഐസ്ക്രീമൊക്കെ കഴിച്ചു. പിന്നെ ഞാനും അതും കൂടി വീണ്ടും നടപ്പിലേക്കായി. അങ്ങനെ ആദ്യമോൻ എൻ്റെ കയ്യിൽ തന്നെ, അതിന് മോൻ ഒരിടത്ത് നിൽക്കില്ല, അതുമോൻ ഇങ്ങനെ ഓടും, അവന് പിടിച്ച് നിൽക്കാൻ കഴിയില്ല, അവന് വീണ്ടും ഓട്ടം തുടങ്ങി. അങ്ങനെ ഞാൻ കയ്യെ പിടിച്ച് അവരുടെ അടുത്തൊന്നും നിൽക്കണില്ല. അപ്പോൾ അതെ, ഇത് മുള്ളു പോലത്തെ ചെടികളല്ലേ, അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചെടി വളർത്തുന്നവരെ എന്നെ എടുത്തിട്ട് ഓടിക്കും. ഇത് എന്തോന്നാണ് ഈ പെണ്ണ് പറയണതെന്ന് പറയും. സത്യമായിട്ട് എനിക്കൊരു പേരൊന്നും അറിയില്ല, അതുകൊണ്ടാണ്. നിങ്ങൾക്ക് അറിയാമെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ പറഞ്ഞു കേട്ടോ, എനിക്കറിയില്ല എന്താണെങ്കിലും ഇതിൻ്റെ പേരൊന്നും. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ചെടികളും ഇതിനെ കാണുന്നതും വളർത്തുന്നതും ഒക്കെ ഒരുപാട് ഇഷ്ടമാണ്. എൻ്റെ കയ്യിൽ ഈ ചെടികളൊന്നും ഇല്ല കേട്ടോ. ഇതിനെന്തെങ്കിലുമൊക്കെ പേര് പറഞ്ഞതിനാ. ഈ ചെടി വളർത്തുന്നവരുടെ ഇഷ്ടം പോലെ ഉണ്ടാവും ഇതൊക്കെ. ഞാൻ അയ്യോ ഇതാണ് വല്ല കാര്യമെന്ന് നോക്കണ്ട. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതൊക്കെ. ഞാൻ വളർത്തിയാലൊന്നും കുറേയൊക്കെ ചെടിയൊക്കെ കിട്ടും, പക്ഷേ എല്ലാം നമുക്ക് ഇതുപോലെ ഒന്നും വളർന്ന് കിട്ടാറൊന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ എന്താ ഇതുപോലെ കുറേ ചെടികൾ ഇഷ്ടംപോലെ, ഇൻഡോർ പ്ലാന്റും ഇഷ്ടംപോലെ വെച്ചിട്ടുണ്ട്, ഔട്ട്ഡോർ പ്ലാന്റും ഇഷ്ടംപോലെ വെച്ചിട്ടുണ്ട്. എല്ലാത്തിലും നല്ലപോലെ പൂക്കളും ഉണ്ട്, എല്ലാം നല്ലപോലെ വളർന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വെച്ച് നിർത്തുവാണ്. ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബായ്.